ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപട്ടികയിലുള്ള കൽപേഷിന്റെ പങ്ക് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയാണെന്ന് അറിയില്ല എന്ന് അഭിഭാഷകൻ അജിത് കുമാർ പറഞ്ഞു. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി പരിശോധന നടത്തി. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ഇന്നലെ വീട്ടിൽ വിളിച്ചോണ്ട് പോയെന്ന് മാത്രമേ റിലേറ്റീവ്സ് വിളിച്ച് പറഞ്ഞു. അയാളുടെ മകൻ വിളിച്ചിരുന്നു, അയാളുടെ ഒരു റിലേറ്റീവ് വിളിച്ചിരുന്നു. പക്ഷേ വി ഹാവ് നോ കോൺടാക്ട്. അയാൾ എവിടെയുണ്ട്, എന്താണ്, അയാളെ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്രം അറിയാം. ബട്ട് വി ഡോണ്ട് നോ വേർ ഹി ഈസ്. വി ഹാവ് നോ കോൺടാക്ട് വിത്ത് ഹിം. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലീസ് പിടിച്ചോണ്ട് പോയതുകൊണ്ട് വിത്തിൻ 24 hours അയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. റാന്നി കോടതിയിൽ ഒരു FIR ഉണ്ട്, ഇത്ര അറിയാം. നമ്മൾ വേറെ ജാമ്യാപേക്ഷ അങ്ങനെയുള്ള പരിപാടി അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. നമുക്കിപ്പോ ആള് പോലീസാണോ പിടിച്ചോണ്ട് പോയത് നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ എങ്ങനെ വെയിലിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്? വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോൺ, പത്തനംതിട്ടയിൽ നിന്ന് S നന്ദുഷ എന്നിവർ ചേരുന്നുണ്ട്. സിജോ, ഇപ്പോൾ അഭിഭാഷകന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ചോദ്യം ചെയ്യൽ അവസാനിച്ചോ? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല, അത് തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും ഇന്ന് എത്ര സമയം അത് നീണ്ടു നിൽക്കുന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഒത്തിരി വിവരങ്ങൾ ഇയാളിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസമായിരിക്കില്ല, ഇനി തുടർ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ ഉണ്ടാവും. അതിനിടയിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറസ്റ്റിലേക്ക് നീങ്ങണമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇയാൾ എന്തൊക്കെ കാര്യങ്ങളിൽ കൃത്യമായി ഉത്തരം പറയുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. കൃത്യമായ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുമെത്തി വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അവിടുന്ന് രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ മൊഴികൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രത്യേകം ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോകുന്നത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് അറസ്റ്റ് ഉറപ്പാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് സംശയം നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് അഭിഭാഷകന്റെ വാക്കുകൾ കേട്ടത്. അദ്ദേഹത്തെ അന്വേഷണ സംഘം വന്ന് കൂട്ടിക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് സംബന്ധിച്ച് അവർക്കാർക്കും ഒരു കൃത്യമായൊരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നല്ലാതെ അവിടെ ഏത് സ്ഥലങ്ങളിലേക്കും സംബന്ധിച്ച് ഒരു കൃത്യത നൽകുകയും ചെയ്യുന്നില്ല. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. എന്തായാലും പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പേഴ്സിനെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതും വൈകാതെ തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിനിടെ പല നിർണായക വിവരങ്ങളും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി വിവരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ൽ രണ്ടാം പ്രതിയായിട്ടുള്ള കൽപേഷാണ്. കൽപേഷ് ആണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ബാക്കി വന്ന സ്വർണം വാങ്ങിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഇയാളെക്കുറിച്ച് കൂടുതൽ സൂചനകൾ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണം എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി എന്നുള്ളത് സംബന്ധിച്ച് ചില സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചതായ വിവരമാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാനുള്ളത്. ശരി, S നന്ദുഷ കൂടി ചേരുന്നുണ്ട്. നന്ദുഷ, ഇതിപ്പോൾ ഈ പോറ്റിയെ ഒരു ഭാഗത്ത് SIT ചോദ്യം ചെയ്യുമ്പോൾ തന്നെ സന്നിധാനത്ത് SITയുടെ പരിശോധനയുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ പരിശോധനയിൽ അവർക്ക് ലഭ്യമായതെന്ന് അറിയാമോ? എന്താണ് അവർ പരിശോധിച്ചത്? സന്നിധാനത്തെ SITയുടെ പരിശോധന പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ രാത്രിയോടെ മല ഇറങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. പമ്പയിൽ ഇന്ന് ക്യാമ്പ് ചെയ്ത ശേഷം നാളെയോടെ പത്തനംതിട്ടയിലെത്തും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് നോക്കുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ SIT സംഘം ഇന്ന് പത്തനംതിട്ടയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കൂടുതലായി കാണാൻ കഴിയുന്നത്. SIT സംഘം ഇന്ന് പ്രധാനമായും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലാണ് പരിശോധന നടത്തിയത്. 2017 ശേഷം സന്നിധാനത്തേക്ക് ലഭിച്ച സ്വത്തുവകകളുടെ അല്ലെങ്കിൽ ഉരുപ്പിടികൾ, സ്വർണം, വെള്ളി, ചെമ്പ് ഉരുപ്പിടികളുടെ കൃത്യമായ കണക്കുകൾ കോടതി പരിശോധിച്ചതിന് പിന്നാലെ SIT സംഘം വീണ്ടും പരിശോധിക്കുകയാണ്. ഇതേ രേഖകൾ തന്നെയാണ് ദേവസ്വം വിജിലൻസും പരിശോധിച്ചിട്ടുള്ളത്. ദേവസ്വം വിജിലൻസ് കൈമാറാത്ത രേഖകൾ കൂടി ഇന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലെത്തി SIT സംഘം പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം സന്നിധാനത്ത് നിലവിൽ കാലഹരണപ്പെട്ടതോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ച് സന്നിധാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നിട്ടുള്ള വസ്തുക്കളുടെ രേഖകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ആ രേഖ പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് SIT സംഘം മലയിറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി റാന്നി കോടതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ റാന്നി കോടതിയിൽ ഹാജരാവാനുള്ള സാധ്യത കൂടി നിലനിൽക്കുകയാണ്.